ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാനിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് മൈദ എടുത്തിട്ടുണ്ട്, 2 കപ്പ് മൈദ, തൈര് 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ എടുത്തിരിക്കുന്നത് വെള്ളമാണ്, 1/2 കപ്പ് വെള്ളം. ആദ്യം തന്നെ നമുക്ക് മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അരിപ്പേ കൂടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, എല്ലാം കൂടി നമുക്ക് അരിപ്പേ കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും മൈദയും ഉപ്പും നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുന്നത് തൈരാണ്, 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് കൈ ഉപയോഗിച്ചൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ മുഴുവൻ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറേശ്ശിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ചൊന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഇതിന് ഉണ്ടാവുക. നല്ല തിക്കായിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ പാടില്ല. ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്തെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്നും കൂടി കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിതിന് നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കണം. ഒരു 3-4 മണിക്കൂർ നമ്മൾ കവർ ചെയ്ത് വെക്കണം. നല്ല തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ പൊന്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓവൻ ഫസ്റ്റ് ഒന്ന് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഓഫ് ചെയ്യുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഞാൻ വെച്ച് കൊടുക്കാം. ഒരു 4 മണിക്കൂർ വെച്ചാൽ നന്നായിട്ട് പൊന്തി കിട്ടും. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് മൈദ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നമ്മൾ മൈദ ചേർക്കുമ്പോൾ ഫസ്റ്റ് തന്നെ 3 ടേബിൾ സ്പൂൺ ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. 1 ടേബിൾ സ്പൂൺ ആയിട്ട് കുറച്ച് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി വീട്ടിൽ ഈസ്റ്റ് ഇല്ലെങ്കിലൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ നാൻ 3-4 മണിക്കൂർ ജസ്റ്റ് ഒന്ന് നമ്മൾ കുഴച്ചിട്ട് വെച്ചാൽ മാത്രം മതി. നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കാം. അവസാനത്തെ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഴച്ചെടുക്കാൻ കുറച്ച് ഈസി ആയിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അത് മീഡിയം സൈസ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസ് റെഡി ആയി നമുക്കിന്ന് പരത്തിയെടുക്കാം. കുറച്ച് മൈദ തൂവിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലാണ് സാധാരണ ഞാൻ കിട്ടാറുള്ളത്. ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ഇപ്പോൾ ഏകദേശം അങ്ങനെ പരത്തിയെടുക്കുന്നത്. അധികം നന്നായി നമ്മൾ കനം കുറച്ച് പരത്താൻ പാടില്ല. കുറച്ചൊരു തിക്നെസ് ഉണ്ടാവുന്നതാണ് നല്ലത്. നന്നായിട്ട് കനം കുറച്ച് പരത്തുമ്പോൾ കുറച്ച് ഹാർഡായി തോന്നുന്നുണ്ട് എനിക്ക്. കുറച്ചൊരു കട്ടിയിൽ പരത്തുമ്പോഴാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നാൻ കിട്ടുന്നത്. ഞാൻ തവയിലേക്ക് മാറ്റി കൊടുത്തു. അതിലേക്ക് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബബിൾ വന്നപ്പോൾ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. പാനിൽ നിന്ന് മാറ്റിയിട്ട് ഇതേപോലെയുള്ളൊരു വയർ റാക്കിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതിലേക്ക് നാൻ വെച്ച് കൊടുക്കാം. ഈ വയറാക്കില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നാൻ റെഡിയായി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം.
നമുക്ക് ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള നാനും റെഡിയാക്കി എടുക്കാം. വേറെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. പരത്തി എടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തൂക്കി കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചൂടായ തവയിലേക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ബബിൾ വരുമ്പോൾ ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പാനിന് മാറ്റി നമുക്ക് വയർ റാക്കിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. റെഡിയായി. അതേപോലെ ബാക്കിയുള്ള നാനുകളും നമുക്ക് ചെയ്തെടുക്കാം. വീട്ടിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നാൻ റെഡിയാക്കി എടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. നമ്മൾ വീട്ടിൽ ഇങ്ങനെ നാനും ഇതൊക്കെ റെഡിയാക്കി കഴിക്കുമ്പോൾ ഹെൽത്തി ആണ്. കുറച്ചും കൂടിയും ഹോട്ടലിൽ നിന്ന് ചേർക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിൽ ചേർക്കുന്നുണ്ടാവും. ടേസ്റ്റ് മേക്കേഴ്സ് നമ്മളതൊന്നും ആഡ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.